കാരണം കേരളം വലിയ തോതിൽ ആഭിചാരം അടക്കം അസൽ പ്രൊജക്ഷൻ എന്നൊക്കെയുള്ള വാക്ക് ആദ്യമായിട്ട് കേട്ട കേസായിരിക്കും. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇതിനകത്ത് എന്തൊക്കെയാണ് വെല്ലുവിളികളായിട്ട് വന്നത്? അല്ല, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുള്ളതാണ്. ഒരു ക്രിമിനൽ ഒരു ട്രയലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനെ ബേസ് ചെയ്തൊരു കേസ് പ്രൂവ് ചെയ്യുന്നത് ആണ് പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്തെ ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ്, അതായത് പ്രതിയല്ലാതെ മറ്റൊരാളും ആ ഒരു കൃത്യത്തിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പിച്ച് മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സിന് അതിനകത്തൊരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ്, ആ ചെയിൻ ബ്രേക്ക് ചെയ്തായിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് അത് അത്ര രീതിയിൽ കൊണ്ടുപോകുന്നതും അത് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകുന്നതും ഏത് ക്രിമിനൽ പ്രോസിക്യൂഷൻ ആണെങ്കിലും തന്നെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണത്. ഇത് മോട്ടീവ് ആഭിചാരമല്ല, ഇതൊരു പകയാണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അല്ല, ഇതിനകത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല, എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ കേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫെയർ ആയിട്ടുള്ള രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കാണാൻ കഴിയുന്നത്. ഇപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ കോളേജ് സൈക്കാട്രിക് വിഭാഗത്തിന് ഇൻറ്റിമേഷൻ കൊടുക്കുന്നു. അവിടുന്ന് ഡോക്ടർ മോഹൻ റോയുടെ സഹായം തേടുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 2-3 hours ആ ഒരു ഇൻട്രാക്ഷനിൽ തന്നെ അത് ക്രാക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഈ പ്രതി പറയുന്നുണ്ട്, ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊരു കാര്യം ഞാൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണ്. എന്നിട്ട് ആ ഒരു ദ വേ ഇൻ വിച്ച് ഹി കമ്മിറ്റഡ് ദ ഒഫൻസ്, ആ ഒരു ചെയിൻ, ആ 4th to 8th വരെയുള്ള ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത് കൃത്യമായിട്ട് മോഹൻ റോയി എക്സ്പ്ലെയിൻ ചെയ്തു. സബ്സിക്വൻ്റ് ആയിട്ട് പ്രതിയെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഇതിനകത്ത് നടത്തിയിരിക്കുന്ന പ്രിപ്പറേഷൻസ് എല്ലാം വെളിയിൽ വരുന്നു. അതിനെ ബേസ് ചെയ്ത് ആ 7 days കസ്റ്റഡിയിൽ റിക്കവറി നടന്നു. അപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അദ്ദേഹം തന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ അറസ്റ്റ് ചെയ്ത ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ ഇല്ല എന്നുള്ളത് ഈ ഡോക്ടർ മോഹൻ റോയുടെ അടുത്ത് കൺഫസ് ചെയ്യുകയും ഏത് രീതിയിലാണ് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അതെല്ലാവരും കൂടെ ഹൈപ്പ് കൊടുത്തു. അത് ഗൂഗിൾ സെർച്ചോ അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അത് സംബന്ധിച്ച്? ഇല്ല, അതിനകത്ത് ഇദ്ദേഹം മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു കാർപ്പൻറ്റേഴ്സ് ആക്സ്, അത് യൂസ് ചെയ്താണ് ആ 2 ആക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇഞ്ചുറീസ് നോക്കി കഴിഞ്ഞാൽ എല്ലാം അറിയാം, ബിഹൈൻഡ് ദ ഹെഡാണ് ഈ ബാക്കിലുള്ള ഇഞ്ചുറീസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ സൂംബി ഗോപിഗോ ആ ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാണുന്ന ഈ സൂംബിയെ ഈ കാർപ്പൻറ്റേഴ്സ് ആക്സ് വെച്ചിട്ട്, സ്റ്റാൻലീസ് കാർപ്പൻറ്റേഴ്സ് ആക്സ് അത് യൂസ് ചെയ്ത് എങ്ങനെ കൊല്ലാന്നുള്ളതാണ്. അതിപ്പോൾ ബാക്കിൽ നിന്ന് ഒരാളെ തലയുടെ പുറകിൽ നിന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യും, ആ ഒരു വിഷ്വൽസ് ആണ് ഈ പ്രതി ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതല്ലാതെ അതിനകത്ത് വേറെ ഒന്നും വന്നിട്ടില്ല. ഈ മാനസിക പ്രശ്നം ഇല്ല എന്ന് തെളിയിക്കായിരുന്നല്ലോ മറ്റൊരു വെല്ലുവിളി. മാനസിക പ്രശ്നം ഒരിക്കലും ഇല്ല. അതായത് ലീഗൽ ഇൻസാനിറ്റിയും മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ലീഗൽ ഇൻസാനിറ്റി പറഞ്ഞു മെഡിക്കലി എ പേഴ്സൺ ഹു ഈസ് മെഡിക്കലി ഇൻസൈൻ ക്യാൻ കമ്മിറ്റ് എ ക്രൈം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. അപ്പം വെദർ എ പേഴ്സൺ ഈസ് ലീഗലി ഇൻസൈൻ ആണോ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരൊറ്റ സർക്കംസ്റ്റാൻസസ് നോക്കാറുള്ളൂ. ആ ഒക്കെ കൃത്യം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രതിക്ക് താൻ ചെയ്യുന്നത് തെറ്റാണെന്നും കോൺട്രറി ടു ലോ ആണെന്നും അറിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാനസിക പ്രശ്നമുള്ള ഒരാളും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 84 IPC ആ ഒരു ലീഗൽ ഇൻസാനിറ്റിയുടെ പെർവിയിൽ വരത്തേയില്ല. അപ്പോൾ ഇതിനകത്ത് പ്രതിയുടെ ആ ഒരു പ്രിപ്പറേഷൻ, കമ്മിറ്റ് ചെയ്ത ആ കോണ്ടാക്ട്, ഏത് രീതിയിലാണ് ഒഫൻസ് അയാൾ എക്സിക്യൂട്ട് ചെയ്തത്, അയാളുടെ സബ്സിക്വൻറ്റ് കോണ്ടാക്ട്സ്, അയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതും ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും, ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹം പൈസ എടുക്കാൻ മറക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ID പ്രൂഫ് എടുക്കാൻ മറക്കുന്നില്ല, കുറച്ച് വസ്ത്രങ്ങളും എടുക്കുന്നു, എന്നിട്ടാണ് നേരെ ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പം ആ പോർഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യുന്നിടത്തോടുകൂടി പിന്നെ ഇൻസാനിറ്റിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതാവുക ചെയ്യുന്നത്. ഈ പ്രതി വിചാരണ വേളയിലെടുത്ത സ്റ്റാൻഡ് താനീ കൊലപാതകം നടത്തിയിട്ടില്ല, ആ സമയത്ത് മറ്റെവിടെയായിരുന്നു അലഞ്ഞടക്കി വരുന്നത്, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? അത് അങ്ങനെയല്ല എന്നുള്ളത് അല്ല, അതിനകത്ത് പ്രൂവ് ചെയ്യാനായിട്ട് അവർ യാതൊരു രീതിയിലുള്ള എവിഡൻസ് അഡ്യൂസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ 313 സ്റ്റേറ്റ്മെൻറ്റിൽ വേഗമായിട്ട് പറയുകയായിരുന്നു, ഈ ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന് ഞാൻ ന്യൂസിലൂടെ അറിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നു എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തിരുന്നത്. അതിന് അത്തരം പ്ലാനുകൾ പ്രതിക്കുണ്ടായിരുന്നു. അല്ലേ, പ്രതിയുടെ ഇപ്പം ഈ ഡോക്ടേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്തും ഈ ട്രീറ്റ്മെൻറ്റ് സമയത്തും നമുക്ക് ശ്രദ്ധിച്ച് നോക്കി ഇവാലുവേറ്റ് ചെയ്ത് അറിയാം. അതായത് ഡോക്ടർ മോഹൻ റോയുടെ അടുത്ത് പറയുന്നത് വേറൊരു കാര്യമാണ്, ആസ്ട്രൽ പ്രൊജക്ഷൻ ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണെന്ന് പറയുന്നത്. ഈ ആക്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഫ്ലിപ്കാർട്ടിലൂടെ അദ്ദേഹം പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സബ്സിക്വൻ്റായിട്ട് മെഡിക്കൽ ബോർഡിൽ ഈ വെദർ ഹീസ് ഫിറ്റ് ടു ഫേസ് ട്രയൽ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിരുന്നു. അത് ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സ് അനലൈസ് ചെയ്തെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം അവരോട് പറയുന്നത്, ആരോ എൻ്റെ ചെവിയിൽ എന്തോ പറയുന്നില്ല എന്ന് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തീ കത്തിയ സമയത്താണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് എന്തോ ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ തീ കത്തുന്ന കണ്ടതിന് ശേഷം അദ്ദേഹം ഓടി രക്ഷപ്പെടുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്.
അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അതല്ല ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഇയാളൊരു ഇൻസൈനാണ്, അയാൾ ഇതിൻ്റെ കോൺസിക്വൻസ് അറിയാതൊരു കുറ്റകൃത്യം ചെയ്തതാണെന്നുള്ളത് പറയാൻ കഴിയില്ല. പ്രതിക്ക് പരമാവധി ശിക്ഷയ്ക്ക് അർഹനാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയായിരിക്കും ശ്രമിക്കുന്നത് പ്രോസിക്യൂഷൻ.